ചതിയൻ ചന്തുവിന്റെ തൊപ്പി എന്തായാലും വെള്ളാപ്പള്ളി നടേശനെ ചേരൂ എന്ന് തന്നെയാണ് ഇപ്പോൾ ബിനോയ് വിശ്വം പറയുന്നത്. ഒരു പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ BDJS എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിന്റെ ചരിത്രം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹം അത് പറഞ്ഞു വെക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും വർഗീയ കലാപങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ കേരളത്തിൽ എന്നത് വലിയ അഭിമാനമായി തന്നെയാണ് SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അതേ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ചില പരാമർശങ്ങൾ അത് നമുക്ക് മറന്നുപോകാൻ പറ്റുമില്ലല്ലോ, പ്രത്യേകിച്ച് മലപ്പുറത്തെക്കുറിച്ച് നടത്തിയത്. ഒന്ന് കേട്ടു നോക്കാം. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരു അംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? യെസ്, ഇതായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് നടത്തിയ പരാമർശം. ഇത്തരം പരാമർശങ്ങളുടെ ഒരു തുടർച്ച തന്നെയുണ്ട്. എല്ലാം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് കേൾപ്പിക്കുന്നില്ല എന്ന് തന്നെയാണെങ്കിലും ഈ വർഗീയ പരാമർശങ്ങളൊക്കെ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതാണ് എന്ന് മുഖ്യമന്ത്രിക്കും അറിവുള്ള കാര്യം തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. അതിന് നമ്മൾ മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം ഒന്ന് കേട്ടു നോക്കിയാൽ മതി. വർഗീയതയുടെ ആപത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം വലിയ തോതിൽ ഉയർന്നു വരുമ്പോഴും കേരളം ഒരു ഒറ്റപ്പെട്ട തുരുത്തായി നിൽക്കുകയാണ്. അതിലെ ഒരു ഘടകം ഈ സംസ്ഥാനത്തിലെ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനവും കരുത്തുമായിരുന്നു. നമ്മുടെ സംസ്ഥാനം തീർത്തും വേറിട്ട് നിൽക്കുന്നു. ഇവിടെ ഒരു ഭേദചിന്തയുമില്ലാതെ സോദരത്വേന വാഴാൻ കഴിയുന്ന ഒരു നാടായി നിൽക്കുന്നു. ഇതൊന്നും ഇന്നത്തെ ദേശീയ സാഹചര്യത്തിൽ പലയിടത്തും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒന്നാണ്. പക്ഷേ നമ്മുടെ നാടിൻ്റെ യാഥാർത്ഥ്യം ഇതായിരുന്നു. എന്നാൽ മെല്ലെ മെല്ലെ ആ വർഗീയത ചെറിയ തോതിൽ ആളുകളെ സ്വാധീനിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. തീർത്തും അസ്വീകാര്യമായി നിർത്തിയിരുന്ന സ്ഥാനത്ത് ചെറിയ തോതിലുള്ള സ്വീകാര്യത വർഗീയതയ്ക്ക് വരുന്നില്ലേ? ഇത് നമ്മുടെ നാടിനെ എങ്ങോട്ടാണ് എത്തിക്കുക? ഇടതുപക്ഷ വിരോധത്തിൻ്റെ ഭാഗമായി വർഗീയതയെ ഏതെങ്കിലും തരത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറായാൽ അത് നാട്ടിനുണ്ടാക്കുന്ന ആപത്ത് എത്രത്തോളമായിരിക്കും? ആദരണീയനായ വൈസ് പ്രസിഡന്റ് അവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രി ഡൽഹിയിൽ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ പോയി. അവിടെ ഷൂ അഴിച്ചു വെച്ചാണ് അകത്തേക്ക് കടന്നത്. വലിയ ആദരവോടെയാണ് അകത്തേക്ക് കടന്നത്. ആ ഷൂ അഴിച്ചു വെച്ചുകൊണ്ടാണ് ബൈബിൾ അദ്ദേഹം ഏറ്റുവാങ്ങിയത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴും പെട്ടെന്ന് ആളുകളുടെ മനസ്സിൽ എന്താണ് കടന്നു പോകുന്നത്? അത് കേൾക്കുമ്പോൾ അവിടെ ഇരുന്ന എനിക്ക് ദീപികയുടെ മുഖപ്രസംഗമാണ് ഓർമ്മ വന്നത്. ദീപികയ്ക്ക് എഴുതേണ്ടി വന്നു എന്താണ് വടക്കേ ഇന്ത്യയിലെ സ്ഥിതിയെന്ന്, ഏത് തരത്തിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത് എന്ന്. ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നത് ക്രൈസ്തവ സമൂഹത്തെ ആകെ വേദനിപ്പിക്കുന്ന സ്ഥിതി വരുന്നു. ഇവിടെ അരമനയിൽ കയറിയതുകൊണ്ടോ അവരുടെ മുന്നിൽ കേക്ക് വെച്ച് നീട്ടിയതുകൊണ്ടോ അത് ഇതിനൊന്നും പരിഹാരമല്ല എന്ന് അവർ പലരും തുറന്നു പറയുന്ന സ്ഥിതി വന്നിരിക്കുന്നു. യെസ്, ന്യൂസ് 18 കേരളം സംഘടിപ്പിച്ച മലയാളി ഓഫ് ദി ഇയറിന്റെ പുരസ്കാര ചടങ്ങിൽ ആണ് മുഖ്യമന്ത്രി തന്നെ വർഗീയതയുടെ വിപത്തിനെ കുറിച്ച് പറഞ്ഞത്. ഇതേ വർഗീയത തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അടക്കം വെള്ളാപ്പള്ളി നടേശൻ ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്തതിനെ അടക്കം ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് എന്നതുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. വെള്ളാപ്പള്ളി കാറിൽ കയറി എന്ന് പറയുന്നത് എന്തോ ഒരു മഹാപരാധം നടന്നൊരു മട്ടിൽ ചിലർ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും തൊട്ടുകൂടാൻ പറ്റാത്ത ഒരാളാണ് വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ എന്ന് പറയാൻ പറ്റും. അത് ഏതൊരാളായാലും നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ. പ്രത്യേകിച്ച് ഒരേ പ്രായക്കാർ, അതിനേക്കാളും കുറച്ച് പ്രായമുള്ള ആൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അത്തരം ആളുകളെ ആദരിക്കാൻ ചിലപ്പോൾ തയ്യാറാവില്ലേ? അതിനകത്ത് എന്താ
വേറൊരു അപാകതയുള്ളത്? അതിലേതെങ്കിലും ഒരു അപാകത ഞാൻ കാണുന്നില്ല. പക്ഷേ വലിയ തോതിൽ തെറ്റായി അതിനെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് പലപ്പോഴും ഉണ്ടാകാറുണ്ടല്ലോ. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ്, അതായത് വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി പിണറായി വിജയന് സ്തുതിഗീതം പാടുന്നുണ്ട്, അതോടൊപ്പം തന്നെ CPIഎമ്മിനെ പുകഴ്ത്തുന്നുണ്ട്. അതേസമയം CPIയെ വലിയ തോതിൽ തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇടതുമുന്നണി ഏത് തരത്തിലാണ് വെള്ളാപ്പള്ളിയുടെ ഇത്തരം പ്രതികരണങ്ങൾ നോക്കിക്കാണുന്നത് എന്നതാണ് നമ്മൾ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നത്. അതിലാദ്യമായി ഉയരുന്ന സംശയം എന്നത് വെള്ളാപ്പള്ളി നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾ അത് വലിയ തോതിൽ മുന്നണിയെ വെട്ടിലാക്കുന്നുണ്ടോ എന്നത് തന്നെയാണ് നമുക്ക് സംശയമായി പ്രേക്ഷകരിലേക്ക് ഉന്നയിക്കാൻ ഉള്ളത്. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളിയുടെ പരാമർശം നമ്മൾ കേട്ടുകഴിഞ്ഞതാണ്. പിണറായി വിജയൻ സർക്കാരിൻ്റേത് മികച്ച പ്രകടനം എന്ന് പറയുമ്പോൾ തന്നെയാണ് മലപ്പുറത്ത് അദ്ദേഹത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു വെക്കുന്നത്. അത് ഒരു തരത്തിൽ വർഗീയത തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അവിടെ ഒരു മതവിഭാഗത്തിന് മാത്രമേ സ്വാധീനമുള്ളൂ, അവരാണെല്ലാം നിശ്ചയിക്കുന്നത്, മലപ്പുറം ഒരു രാജ്യം പോലെയാണ് എന്നൊക്കെ പറയുമ്പോഴും വെള്ളാപ്പള്ളിയെ ഏതെങ്കിലും തരത്തിൽ തള്ളിപ്പറയാൻ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അടുത്ത സംശയമായി ഉയരുന്നത് മുന്നണി എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ അതിനെ എതിർക്കാൻ തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് മുന്നണി സംവിധാനം വെള്ളാപ്പള്ളി നടേശനെ ഭയക്കുന്നത് എന്നതാണ്. പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറഞ്ഞു വെക്കുന്നു, ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചതിയൻ ചന്തുമാർ ആയി മാറുകയാണ് CPI എന്നത്. CPI വിലയിരുത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമെന്ത്, അവിടെ എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട്, ശബരിമല തിരിച്ചടിച്ചിട്ടുണ്ട് എന്നതൊക്കെയാണ്. അതൊരു പാർട്ടി സംവിധാനം എന്ന നിലയിൽ അവരുടെ വിലയിരുത്തലാണ്. അതിനാണ് ആ പാർട്ടി പ്രവർത്തിക്കുന്നത്. അവർക്ക് അവരുടേതായ സ്വതന്ത്രമായ ചിന്താഗതികൾ ഉണ്ടാവുകയും ചെയ്യും. അത് അവർ ആ വേദികളിൽ പരസ്യമായി പറയുകയോ ജനങ്ങളോട് പറയുകയോ അത് തിരുത്താൻ തയ്യാറെടുക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ട്. അവിടെ എടുത്തു പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ അടക്കം വിലയിരുത്തുമ്പോൾ വലിയ തോതിൽ ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്ത് നിന്ന് അകന്നു എന്നത് തന്നെയാണ്. അവിടെ വെള്ളാപ്പള്ളി നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾ അടക്കം കാരണമായിട്ടുണ്ട് എന്നത് CPIക്ക് ബോധ്യപ്പെടുന്ന പശ്ചാത്തലം ആണുള്ളത്. മാത്രവുമല്ല, കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിൽ എക്കാലവും ഭൂരിപക്ഷ സമുദായം വിഘടിച്ചു നിൽക്കാറുണ്ട് എന്നത് വ്യക്തമാണ്. വർത്തമാന കാലഘട്ടത്തിലും അതിന് കാതലായ മാറ്റമൊന്നുമില്ല. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ ഒരു ടേമിൽ മാത്രമാണ് ഇടതുമുന്നണി ഭരണ തുടർച്ച എന്നതിലേക്ക് പോയത്. അതിനു മുമ്പ് ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിക്കുകയും ചെറിയ തോതിൽ NDA അല്ലെങ്കിൽ BJP വളരുകയുമാണ് ചെയ്തത്. ഈ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിക്കണമെങ്കിൽ അതിൽ നിർണായകമാകുന്നത് ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടാണ്. അതിൽ നിന്ന് തന്നെ ഭൂരിപക്ഷ സമുദായത്തിന് കൃത്യമായ ഒരു വോട്ട് നിലപാടില്ല, ഒരു മുന്നണി നിലപാടില്ല എന്നത് വ്യക്തമാണ്. പക്ഷേ സമുദായങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിലെ വലിയൊരു ശതമാനവും പലപ്പോഴും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന സാഹചര്യമാണുള്ളത് എന്നത് നമുക്ക് കണക്കുകളിൽ വ്യക്തമാണ്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇടതുമുന്നണി പലപ്പോഴും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാറില്ല എന്നതും കണക്കുകളിൽ വ്യക്തമാണ്. മാത്രവുമല്ല, വെള്ളാപ്പള്ളി നടേശനാകട്ടെ അല്ലെങ്കിൽ സുകുമാരൻ നായരാകട്ടെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ, അതിപ്പോൾ പുന്നല ശ്രീകുമാർ ആകട്ടെ, KPMS ആകട്ടെ, വിശ്വകർമ്മ പോലെയുള്ള സമുദായങ്ങളാകട്ടെ, ഈ സമുദായ നേതാക്കൾ പറയുന്നിടത്തല്ല വോട്ട് വീഴുന്നത് എന്നത് ചരിത്രം പരിശോധിച്ചാൽ വളരെ കൃത്യമായി കേരളത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ഇതിനു മുമ്പും പല രാഷ്ട്രീയ നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ട്, പല ആളുകളെയും പിന്തുണച്ചിട്ടുണ്ട്. അവർ പലപ്പോഴും പരാജയപ്പെടാറാണ് പതിവ് എന്നത് വസ്തുതയായി നിലനിൽക്കുന്നു. മാത്രവുമല്ല, 2016 BDJS എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ BJPയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും NDAക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ്. ആ ഘട്ടത്തിൽ എന്തുകൊണ്ട് വോട്ട് വിഹിതം കാര്യമായി ഉയർത്താൻ വെള്ളാപ്പള്ളി നടേശന്റെ പാർട്ടിക്ക് സാധിച്ചില്ല? വെള്ളാപ്പള്ളി പറയുന്നിടത്താണ് SNDP നിൽക്കുന്നത് എങ്കിൽ അന്ന് ആ തെരഞ്ഞെടുപ്പിൽ ആ വോട്ടുകൾ SNDPയുടെ പോക്കറ്റുകളിൽ നിന്ന് NDAക്ക് ലഭിക്കേണ്ടതാണ്, BDJSന് ലഭിക്കേണ്ടതാണ്. ഇപ്പോഴും കേരളത്തിൽ BDJS പോലെയുള്ള പാർട്ടികൾക്ക് എത്രത്തോളം വോട്ട് വിഹിതം നേടാൻ സാധിക്കുമെന്നത് വസ്തുതയായി നിലനിൽക്കുന്നു. അതാണ് വസ്തുത എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ മുന്നണി സംവിധാനം എതിർക്കാൻ മടിക്കുന്നത്? അവിടെ CPIക്ക് മാത്രമാണോ കൃത്യമായൊരു വിമർശനം വെള്ളാപ്പള്ളി നടേശന് നേരെ ഉന്നയിക്കാൻ സാധിക്കുന്നുള്ളൂ?
ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ വാഹനത്തിൽ കയറ്റില്ല വെള്ളാപ്പള്ളി നടേശനെ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. അതിന് അദ്ദേഹം ചില കാരണങ്ങൾ കൂടി പറയുന്നുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിച്ചു വെക്കേണ്ടതായി വരുന്നത്. എന്തുകൊണ്ട് സി പി എമ്മിന് മറുപടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ CPM ഇതിനു മുമ്പ് ഈ വിഷയത്തിലൊക്കെ മറുപടി പറഞ്ഞത് മലപ്പുറം പരാമർശത്തിലടക്കം അതിൽ വെള്ളാപ്പള്ളി വ്യക്തത വരുത്തിയിട്ടുണ്ടല്ലോ എന്നതാണ്. അതിനപ്പുറത്ത് പാർട്ടിക്ക് പാർട്ടിയുടേതായ ഒരു നിലപാടുണ്ടല്ലോ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തെറ്റ് എങ്കിൽ അത് തെറ്റാണ് എന്നും, അതല്ല വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞതാണ് ശരിയെങ്കിൽ അത് ശരി എന്നും പറയാനുള്ള ഉത്തരവാദിത്വം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, പ്രത്യേകിച്ച് ഭരണത്തിന് നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണി എന്ന നിലയിൽ പാർട്ടിക്കില്ലേ എന്നതാണ് അടുത്ത ചോദ്യം. അതോടൊപ്പം തന്നെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്നത് എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ ഈ മട്ടിൽ പിണറായി വിജയൻ പിന്തുണയ്ക്കുന്നത് എന്നതാണ്. ഒരു ഘട്ടത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത് അതുതന്നെയാണ്. പിണറായി വിജയനും VS അച്യുതാനന്ദനും ഉൾപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPIMന്റെ നേതാക്കൾ അതിരൂക്ഷമായ വിമർശനങ്ങൾ വെള്ളാപ്പള്ളി നടേശന് നേരെ ഉയർത്തിയിട്ടുണ്ട്. മൈക്രോ ഫിനാൻസ് പോലെയുള്ള തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ പല പരാമർശങ്ങളെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതാ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന, ഇടതുമുന്നണിയെ വെട്ടിലാക്കുന്ന പരാമർശങ്ങൾ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത് എന്നറിയുമ്പോഴും മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അവസാനം കൂട്ടിച്ചേർക്കാനുള്ളത് ഇടതുപക്ഷം വളരെ പെട്ടെന്ന് ചരിത്രം മറന്നുപോകുന്നു എന്നത് തന്നെയാണ്. ബിനോയ് വിശ്വത്തിന് മാത്രമാണോ ഓർമ്മശക്തിയുള്ളൂ എന്നതാണ്.